സമാന പദ്ധതി പരിഹാസവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടേതാണ് നടപടി. KC ബിബിനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിബിൻ, പലയിടത്തു നിന്നും ഇത്തരം പലതരം ഓഫറുകൾ വരുന്നുണ്ട്. ഈ കണ്ണൂരിലെ 1 പവൻ സ്വർണം നേടാൻ ആർക്കെങ്കിലും ഭാഗ്യം ഉണ്ടാകുമോ? സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള പ്രചരണമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. കണ്ണൂരിൽ മാത്രമല്ല, പത്തനംതിട്ടയിലും നമ്മൾ നേരത്തെ കണ്ടതാണ്. കുഴിമന്തി ഓഫർ ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പരിഹാസമുണ്ട്. ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അബിൻ വർക്കിയും 1 ലക്ഷം രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നൽകുന്നവർക്ക് ഇനാമായി നൽകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇന്നലെ മുതൽ തന്നെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയൊക്കെ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു, ഒരു തരത്തിലുമുള്ള അക്രമം ഉണ്ടായിട്ടില്ല, ഇത് വ്യാജ പ്രചരണമാണ് എന്ന്. അതിനുശേഷം CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഇന്ന് രാവിലെ CPM സൈബർ വിഭാഗങ്ങൾ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എടുത്ത് മന്ത്രിയെ ആക്രമിക്കുന്ന ഭാഗം എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നു. അത് പൊളിയുന്നു. അങ്ങനെ വന്നതോടുകൂടിയാണ് കൂടുതൽ പരിഹാസങ്ങൾ നിറയുന്നത്. മന്ത്രിക്ക് നേരെ ഒരു തരത്തിലുമുള്ള കയ്യേറ്റം ഉണ്ടായിട്ടില്ല, പ്രതിഷേധം മാത്രമാണ്. പ്രതിഷേധത്തെ അക്രമമായി ചിത്രീകരിക്കുകയും കൊലപാതക ശ്രമമായി കേസെടുക്കുകയും ചെയ്തത് അങ്ങേയറ്റം തള്ളേണ്ട ഒന്നാണ്, ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് നേതാക്കളെല്ലാം തന്നെ പറയുന്നു. പച്ചക്കള്ളമാണ് CPM പ്രചരിപ്പിക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം പറയുന്നത്. ഒപ്പം KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം ഇന്നലെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രി അവിടെ നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടി നടന്നു പോകുന്ന സമയത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞില്ല. AN ഷംസീർ സ്പീക്കറുമായി സംസാരിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രിയോട് ഫോണിൽ ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലേക്കൊരു നാടകത്തിലേക്ക് മാറുന്നു എന്നാണ് പറഞ്ഞത്. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള സംശയങ്ങളാണ് പലപ്പോഴും നേതാക്കൾ പറഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ സ്പീക്കർക്ക് ഇതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട്, സ്പീക്കറുടെ ഗൂഢാലോചനയാണ് ഈ അക്രമം, അത് വലിയ തരത്തിലുള്ള കലാപത്തിനുള്ള ആഹ്വാനമായി മാറി. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ കണ്ടിന്. അതിൻ്റെ ഒരു മറുപടി ആയിട്ട് വന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ മന്ത്രിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സംഘട്ടന ഉണ്ടായിന്. എന്നിട്ട് മന്ത്രിയുടെ കഴുത്തൊടിഞ്ഞിന്. എന്നിട്ടിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെ ഉള്ളത്, സീരിയസ് ആയിട്ട് ICUവിലെ ഉള്ളത്, ഗുരുതര പരിക്കാണ് എന്നെല്ലാം മറ്റൊരുപാട് വാർത്താ മാധ്യമങ്ങളിൽ കണ്ടിന്. പക്ഷേങ്കിൽ ഇപ്പം പറയുന്ന കേട്ടു ഒരു കലാപവും ഉണ്ടായിട്ടില്ല, ഒരടിയും ഇല്ല, ഒരു മർദ്ദനവുമില്ല, ഇതെല്ലാം വെറും അഭിനയം മാത്രമാണ്. അതെന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് വെച്ചാൽ പല ഗവൺമെൻറ് ആശുപത്രിയിലും വീഴ്ചകൾ, സിസ്റ്റം കേടായതിൻ്റെ പരമായിട്ടുണ്ടായ പല ഡോക്ടേഴ്സിൻ്റെ വീഴ്ചകളിൽ നിന്ന് മന്ത്രിക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവായിട്ട് മാത്രമാണ് മന്ത്രിയുടെ ഈ ഒരു അഭിനയം. ഈ പറയുന്നതായ ഒരു കാര്യം ആ മന്ത്രിക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദൃശ്യം പ്രകടിപ്പിക്കുന്നത്, അതായത് അതിൻ്റെ വീഡിയോ കാണിച്ചു തരുന്നവർക്ക് 1 ലക്ഷം രൂപ തരുമെന്ന് കണ്ണൂരിൽ നിന്നും മറ്റൊരു സ്ഥലത്തു നിന്ന് കുഴിമന്തി തരുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ ഒരു കളിയാക്കൽ സമ്മാന പദ്ധതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈയിടെ ഇപ്പം നടന്ന ഒരു 2 സംഭവം ഇപ്പം പുറത്തായതിനൂടെയാണ് ഇപ്പം മന്ത്രിക്ക് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയെ. അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഓരോ നാടകം കളിച്ചിട്ട് എങ്ങനെയെങ്കിലും മുങ്ങി നടക്കാനേ പറ്റൂലോ. അതിനുള്ളൊരു നല്ലൊരു അഭിനയം കണ്ടെത്തിയതാണ് വീണ ജോർജ്. സാധാരണ മന്ത്രിമാർക്കൊക്കെ അസുഖം ബാധിച്ചാൽ അവർ വേഗം തൂക്കിയിട്ട് അമേരിക്കയിലേക്ക് പോക്ക്. പക്ഷേ ഈ മന്ത്രി എന്തിനാണ് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നിട്ട് ചികിത്സിക്കുന്നത്? അത് സാധാരണ നാട്ടുകാർക്കുള്ളൊരു ഒരു തിരിച്ചടിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പല അനാസ്ഥകളും നടക്കുന്നത് ഇപ്പം ഗവൺമെൻറ് ആശുപത്രികളിലാണ്. അപ്പം ഈ മന്ത്രിക്ക് നല്ലൊരു ചികിത്സ കിട്ടിയാൽ പിന്നെ എവിടെയാണ് അനാസ്ഥ നടക്കുന്നത് എന്നുകൂടി തിരിച്ചറിഞ്ഞിട്ട് അത് ജനങ്ങളെ കുറ്റക്കാരും തെറ്റുകാരും ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് നാടകം, അത് മാത്രമായിരുന്നു.